അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജന്നത്തുഹു വമാഫിറത്തുഹു. അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തി തരട്ടെ. ഇല്ലാത്തവർക്ക് അള്ളാഹു തആല നല്ല മനസ്സിന് സന്തോഷവും റാഹത്തും നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട്, ഇത് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ്. രാവിലെ കിടന്നുറങ്ങും, രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഒരു ടെൻഷനും ഇല്ലാതെ ഉറക്കം കിട്ടണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് അവയർനെസ്സോടു കൂടെ എഴുന്നേൽക്കണം. ഉള്ള സമയത്ത് ജോലി സ്ഥലത്താവട്ടെ, വർക്കിംഗ് പ്ലേസിലാവട്ടെ, കൂട്ടുകാരെ കാണുമ്പോഴാവട്ടെ പുഞ്ചിരിയോടുകൂടെ നല്ല സമാധാനത്തോടെ നേരിടാൻ കഴിയണം. ഓവറായിട്ടുള്ള പ്രശ്നവും പ്രയാസങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറണം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതാണ് ആഗ്രഹം. അതിനുള്ള ഒരു വഴി ആദ്യം നമ്മുടെ മനസ്സിനതിന് പാകപ്പെടുത്തണം. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുള്ളൂ എന്ന് ആദ്യം നമ്മൾ കരുതണം. നമ്മുടെ മനസ്സാണ് ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. നിൻ്റെ ചിന്തയും നിൻ്റെ ലൈഫും നീ തന്നെ ചേഞ്ച് ചെയ്യണം. വേറൊരാൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട്, ഒരു മോട്ടിവേഷൻ കിട്ടി എന്നതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യണം. എനിക്കങ്ങനെ വേണം എന്ന ആദ്യം ഒരു തീരുമാനം എടുക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം കിട്ടണമെന്ന് ഉറപ്പിച്ചാൽ അതെന്തായാലും നമ്മൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കൂലേ. എന്ന പോലെ എനിക്ക് സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങണം. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ അള്ളാഹുവിനൊക്കെ നന്ദി പറഞ്ഞ് നല്ലൊരു സമാധാനത്തോടെ എഴുന്നേൽക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി ഉറപ്പിച്ച് വെക്കണം. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങോട്ട് പാകപ്പെടുത്തണം, സെറ്റ് ചെയ്യണം. മൈൻഡ് സെറ്റ് ചെയ്യുക. അങ്ങനെ പറ്റൂ, എനിക്ക് അങ്ങനെ ഉറങ്ങണം, ഉറങ്ങിയേ പറ്റൂ എന്നൊരു ഉറച്ച തീരുമാനം. മൻ ജദ്ദ വജദ. തീരുമാനിച്ചാൽ അത് തന്നെ നടക്കുള്ളൂ. ആ തീരുമാനം നമ്മുടെ മനസ്സിൽ നല്ലോണം കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന ശേഷം അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, മറ്റുള്ള അവോയ്ഡായിട്ടുള്ള നമ്മുടെ മനസ്സിന് ടെൻഷൻ വരുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇതൊന്നും ശാശ്വതമല്ല, ഇതിനൊക്കെ പരിഹാരം വേറെ ഉണ്ടാക്കണം. ഇപ്പോൾ എനിക്ക് ആവശ്യം സമാധാനമാണ്. എനിക്ക് ആവശ്യം സമാധാനത്തോടെ ജീവിക്കുക. ഹാപ്പിനെസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് രോഗം വരുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ സൈക്കോളജി, എല്ലാ ശാസ്ത്രവും പറയണത് അങ്ങനെ തന്നെയാണ്. ഹാപ്പിനെസ് നഷ്ടപ്പെടുമ്പോൾ മൈൻഡിനും ഹൃദയത്തിനും ശരീരത്തിനൊക്കെ ബാധിക്കും അത്. അപ്പോൾ അതില്ലാതെ എനിക്ക് ജീവിക്കണം എന്ന ഒരുറച്ച തീരുമാനത്തിൽ നമ്മൾ ശരിക്കും എത്തുമ്പോൾ, ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിനക്കല്ലേ പറ്റുള്ളൂ. നിൻ്റെ തോട്ട്സ്, നിൻ്റെ ചിന്തകൾ ചേഞ്ച് ചെയ്യാൻ നിനക്കേ പറ്റൂ. വേറെ ആരെക്കൊണ്ടത് കഴിയില്ല. ഒരാൾ പറഞ്ഞിട്ടത് മാറ്റാനും കഴിയില്ല. ആ ഒരുറച്ച തീരുമാനം നമുക്കുണ്ടാവണം. എനിക്ക് മാറ്റാൻ മറ്റൊരാൾ എന്നെ മാറ്റിത്തരുമെന്ന് വിചാരിക്കേണ്ട, ഞാൻ എന്നെ തന്നെ മാറ്റണം. എനിക്കൊരുപാട് പ്രശ്നം എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വർക്കിംഗ് പ്ലേസിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തെ ഞാൻ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക. അത് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ ചെയ്ത് തീർക്കണം, മാറ്റണം എന്നൊരുറച്ച തീരുമാനം അപ്പുറത്തേക്ക് വെച്ചിട്ട് എനിക്ക് സമാധാനം വേണം. എനിക്ക് സമാധാനം വേണം. ഐ വാണ്ട് ഹാപ്പി. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. എനിക്കിങ്ങനെ ടെൻഷനായിട്ട് കുറഞ്ഞ കാലമുള്ള ജീവിതം ടെൻഷനായി ജീവിക്കാൻ പറ്റില്ല. ഞാനങ്ങനെ ചെയ്യൂല എന്നൊരുറച്ച തീരുമാനം നമ്മുടെ ലൈഫും നമ്മുടെ തോട്ട്സും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ആ മാറ്റിയെടുക്കുന്നതനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് രാവിലെ എഴുന്നേൽക്ക്, വർക്കിംഗ് പ്ലേസിലാവട്ടെ, സുഹൃത്തുക്കളെ കാണുമ്പോഴാവട്ടെ, നമ്മളെവിടെയെങ്കിലും ഇടപെടുമ്പോഴാവട്ടെ ഒക്കെ നല്ല പുഞ്ചിരിയോടുകൂടെ, നല്ല ഹാപ്പിനെസ്സോടുകൂടെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല പുഞ്ചിരിയോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ കഴിയുക. അതൊക്കെ കൂടെ മനസ്സിലിട്ട് താലോലിച്ച് അതൊക്കെ ബ്രെയിനിലേക്ക്, ഹാർഡ് ഡിസ്കിലേക്ക് അങ്ങ് സ്റ്റോർ ചെയ്തിട്ട്, ഈ സ്റ്റോർ ചെയ്തതൊക്കെ പിന്നെ അവസാനം മൈൻഡിൽ കിടന്നിട്ട് പ്രശ്നങ്ങളാക്കി ശരീരത്തൊക്കെ ബാധിച്ച് അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, പരിഹരിക്കാതിരിക്കട്ടെ. എനിക്ക് എൻ്റെ ബോഡിക്ക് സമാധാനം കിട്ടണമെന്നൊരു ഉറച്ച തീരുമാനത്തിൽ അങ്ങ് നിൽക്കുക. അതൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റിവെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പം തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാവും. എപ്പോഴും നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല.
നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ നന്ദിയെക്കുറിച്ചിടത്തോളം നമ്മൾ ശരിക്കും ഓർക്കണം. അവരാൾക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ മറക്കണം. നമുക്കാരും ചെയ്തു തന്നാൽ എന്ത് വല്ല ഗുണവും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ഓർക്കണം. അങ്ങനെയുള്ളൊരു നല്ല മൈൻഡ്, ആരോടും വെറുപ്പില്ലാതെ പഴക്കില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു ഉറച്ച തീരുമാനം, പ്ലെയിൻ ഹാർട്ട്, പുഞ്ചിരിയോടുകൂടെ നീങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് 10 പേരോട് പുഞ്ചിരിക്കാൻ കഴിയണം. ഒരു 10 പേരോട് ദിവസം ഞാൻ പുഞ്ചിരിക്കും, ഹൃദയം തുറന്ന് മനസ്സിൽ നിന്നൊരു പുഞ്ചിരി അവർക്കൊക്കെ ഞാൻ കൊടുക്കണമെന്നങ്ങ് തീരുമാനിക്കുക. ആ തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു മാറ്റം വരും. അതൊന്ന് നമ്മൾ സ്വായത്തമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറയണതാണ് അല്ലാഹു മന്ദസ്സലാം ഓ മിങ്കസ്സലാം. പഠിച്ചോനെ സമാധാനം എന്താ? സമാധാനമാണ് വേണ്ടത്, പണമല്ല വേണ്ടത്. അപ്പോൾ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് തരും. എപ്പോഴും നന്ദി ഉണ്ടാവണം. ഈ ശക്കർത്തും അസീദന്നക്കും എന്ന ഈ പോയിൻ്റ് നിങ്ങളെ മനസ്സിലെപ്പോഴും വെക്കണം. അള്ളാഹു, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകും. അതൊരു പോയിൻ്റാണ്. നന്ദിയുള്ള ജീവിതം, ഭാര്യമാരോട്, മക്കളോട്, കുടുംബത്തോട്, ഫാമിലിയോട്, അതുപോലെ നമ്മളെ കൂട്ടുകാരോട്, നമ്മളെല്ലാ സ്ഥലത്തോടും എല്ലാവരോടും നന്ദിയുള്ളവരാവുക. അള്ളാഹുവിനോട് ഇതെല്ലാം നന്ദി മടങ്ങുന്ന അള്ളാഹുവിലേക്കാണ്. ആ ഒരു നന്ദി നമ്മുടെ മനസ്സിൽ എപ്പോഴും താലോലിച്ച് കൊണ്ട് നടക്കുക. അപ്പം തന്നെ നമ്മൾ ഒരുപാട് മാറ്റം വരും. അങ്ങനത്തെ ഒരു ചേഞ്ച് നമുക്കൊക്കെ ഉണ്ടാവാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.